മലൈക്കോട്ടെ വാലിബൻ ഈ പടത്തിൻ്റെ പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. അതായത് മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ. ശരിക്കും ഈ പടത്തിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഈ പടത്തിൻ്റെ റിവ്യൂ. നമുക്കറിയാം ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരു പടം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അടുത്ത പടം ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്താണ് ഇദ്ദേഹം തരാമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. തരുന്നത് ഇങ്ങോട്ട് വാങ്ങാമെന്നല്ലാതെ നമുക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ദഹിക്കില്ല. കാരണം നമ്മൾ പ്രതീക്ഷ എന്താ, കുറേ ഇടി പഞ്ച് ഡയലോഗ് പരിപാടികൾ സംഭവങ്ങൾ. പക്ഷേ ഈ പടം കാണുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടവർക്ക് അറിയാം ഒരു അമർ ചിത്രകഥ സ്റ്റൈലാണ് ഈ പടം. ലാലേട്ടൻ്റെ മാസ് ഉണ്ട്. എന്നാൽ നിങ്ങൾ എന്താ പറയുക അതിഗംഭീരമായിട്ടുള്ള തട്ടുപൊളിപ്പം മാസ് പ്രതീക്ഷിച്ച് പോകരുത്. ഇതൊക്കെ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് അതിനേക്കാളും മേലെ നിൽക്കുന്നൊരു സിനിമയാണ് എനിക്ക് കിട്ടിയതെന്ന് ഞാൻ വളരെ സന്തോഷത്തോട് പറയുകയാണ്. ഇതിൻ്റെ ഓരോ ഫ്രെയിമും അതുപോലെ തന്നെ ഇതിൻ്റെ ആർട്ട് വർക്ക് ആയിക്കോട്ടെ മ്യൂസിക്കൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലാലേട്ടൻ്റെ സ്വാഗ് ആയിക്കോട്ടെ ആക്ഷൻ സീൻസ് ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു മല്ല എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സിനിമയിലൊക്കെ ലാലേട്ടൻ ചില ആക്ഷൻ സീൻസ് ചെയ്യുമ്പോൾ മോഹൻലാൽ ആയതുകൊണ്ടാണ് നമുക്ക് അത് അംഗീകരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ ലിജോ അത് ശരിക്കും വിശ്വസനീയമായ രീതിയിൽ ആ മല്ലെന്നുള്ള കഥാപാത്രത്തിന് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. പിന്നെ ആക്ഷൻ സീൻസിൻ്റെ കൊറിയോഗ്രാഫിയിലൊക്കെ ഓരോ എന്താ പറയുക ആ ഒരു മല്ലയുദ്ധത്തിൻ്റെ ഒരു രീതികളൊക്കെ ഗംഭീരമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈബ് ഭയങ്കര ഒരു വൈബായിരുന്നു ഈ പടം കാണുമ്പോൾ. പിന്നെ ഈ സിനിമയുടെ എൻഡിലെത്തുമ്പോൾ അത് കുറച്ച് ഇമോഷണലി ഒക്കെ ആ രീതിയിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ട്വിസ്റ്റുകൾ പരിപാടികളുണ്ട്. ഞാനുള്ള കാര്യം പറയാം, ഈ പടം 2 പാർട്ടായിട്ട് വരുന്നതെന്നുള്ള റൂമർ കേട്ടിരുന്നില്ല. അത് ആ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്നുള്ള രീതിയിൽ പടത്തിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ സസ്പെൻസ് പൊളിച്ചില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിലുള്ള എല്ലാവരും അറിയും. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതിരിക്കും. പക്ഷെ എന്ന് കരുതിയിട്ട് അതൊന്നും ഈ പടത്തിൻ്റെ എൻജോയ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചിലർ പറയും ഫസ്റ്റ് 2ാം ഭാഗം വരുന്നതുകൊണ്ടാണ് ഈ ഫസ്റ്റ് പാതി പലതിൽ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ഈ പടം ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ ഈ പടം കംപ്ലീറ്റ് തന്നെയാണ്. പക്ഷേ സെക്കൻഡ് പാർട്ട് എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വരുമോ വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. ഇപ്പോൾ ലിജോ പറയുന്നുണ്ടായിരുന്നു ഈ പടത്തിൻ്റെ സക്സസ് അനുസരിച്ചായിരിക്കും അത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുക. പക്ഷേ എന്തായാലും അതൊരു ഇടിവെട്ട് പടമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. ഗംഭീര കയ്യടിയായിരുന്നു ശരിക്കും ആ സീനിനൊക്കെ. പിന്നെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പടം എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിട്ട് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ടിക്കറ്റ് എടുത്ത് കാണണം. ഈ പടം ഒരിക്കലും കാണാൻ പാടില്ലാത്തൊരു പടം എന്നല്ല. നമ്മളിപ്പോൾ നേരുന്നുള്ള പടം നമ്മൾ കണ്ടു, എല്ലാവർക്കും അറിയാം അതൊരു എബോവ് എവറേജ് പടമാണ്. പക്ഷെ അത് കളക്ട് ചെയ്തിട്ടില്ല. ആ രീതിയിൽ നോക്കണേ എൻ്റെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ സ്വാഗൊക്കെ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ആളുടെ ഒരു എന്താ പറയുക രോമാഞ്ചിഫിക്കേഷൻ തോന്നുന്ന സീൻസൊക്കെ ഉണ്ട് ഈ പടത്തിൽ. അത്രയും മതി നമുക്ക്. ആ ഒരു സീനുകൾ തന്നെ മതി, കൂടുതലൊന്നും വേണമെന്നില്ല. കുറച്ച് സീൻസ് ഉണ്ടായാലും നമുക്കൊരു ലാലേട്ടൻ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് അത് മതി. പിന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു പടം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു ഡിഫറെൻറ്റ് മൈൻഡോട് കൂടി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ഒരുപാട് എതിരഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നിട്ട് ഈ പടം കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. ലാലേട്ടൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. സസ്പെൻസ് ഞാൻ പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും അറിയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ പടത്തിനൊന്നും എഫക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും പറയുന്നില്ല. പക്ഷേ എന്തായാലും പടം കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. എന്തായാലും മലൈക്കോട്ടെ വാലിബൻ നിങ്ങൾ പോയി എൻജോയ് ചെയ്യുക. താങ്ക് യു.